പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ തന്നെയാണ് നിലവിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രശംസിച്ചിരിക്കുന്നത്. ഒരു സ്വതന്ത്ര വിദേശ നയം പിന്തുടരുക എന്നത് ഇന്നത്തെ ലോകത്ത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ഇന്ത്യക്കത് സാധിക്കുന്നു. മറ്റൊരു രാജ്യത്തിനും അതിൽ കഴിയുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ചുള്ള നേട്ടവും ഇന്ത്യയുടെ മേധാവിത്വത്തിനുള്ള ഒന്നാം നമ്പർ രാജ്യമായി വളർന്നുകൊണ്ടിരിക്കുന്നതിനുള്ള കാരണവും അതുതന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃവൈഭവത്തെ അംഗീകരിച്ചേ കഴിയൂ എന്നാണ് റഷ്യൻ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. റഷ്യൻ വിദ്യാർത്ഥി ദിനത്തോടനുബന്ധിച്ച് കലിനിൻഗ്രാഡ് മേഖലയിലെ സർവകലാശാലയിൽ വിദ്യാർത്ഥികളോട് സംവദിക്കുന്ന വേളയിലാണ് ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യൻ ഭരണാധികാരിയുടെ നേതൃപാടവത്തെക്കുറിച്ചും അങ്ങേയറ്റം പ്രശംസിച്ച് വാദോരാതെ സംസാരിച്ച് പുടിൻ മുന്നോട്ട് പോയത്. റഷ്യ ടുഡേയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ലേഖനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന സാമ്പത്തിക ശക്തികളിലൊന്നും വികസന വളർച്ചയുടെ നിരക്കിൽ മുൻപന്തിയിലുമാണ് ഇന്ത്യ മഹാരാജ്യം. അത് ലോകത്തിന് മാതൃകയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ലോകത്തെ പിടിച്ചുകുലുക്കിയ മഹാമാരി ഘട്ടത്തിൽ, പല പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ എങ്ങനെയാണോ നിലകൊണ്ടത്, ഇന്ത്യ എങ്ങനെയാണോ മറ്റു രാജ്യങ്ങൾക്ക് നെടുന്തൂണായി മാറിയത് എന്നുള്ളത് നമുക്കേവർക്കും അറിയാവുന്നതാണ്. അതിനൊക്കെ കാരണം നിലവിലെ പ്രധാനമന്ത്രിയുടെ നേതൃഗുണങ്ങൾ കൊണ്ടാണ് എന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ടതാണ്, ഒരിക്കലും തള്ളിപ്പറയാനുള്ളതല്ല. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ത്യ ഇത്രയ്ക്കും വേഗതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. റഷ്യയ്ക്ക് ഇന്ത്യയെയും ആ രാജ്യത്തിൻ്റെ നേതൃത്വത്തെയും ആശ്രയിക്കാൻ എല്ലാ കാലത്തും കഴിയും. ഏറ്റവും നല്ല സുഹൃത്ത്, എല്ലായ്പ്പോഴും തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു രാജ്യം. കാരണം അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യ നമുക്കെതിരെ ഗെയിം കളിക്കില്ല എന്നുള്ള ഉറപ്പ് റഷ്യയ്ക്കുണ്ട്. അത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ബന്ധമാണ്, ദൃഢമായ ഉഭയകക്ഷി ബന്ധമാണ്. ഇന്ത്യ ഒരു സ്വതന്ത്ര വിദേശ നയം പിന്തുടരുന്നു. ആരെയും ആശ്രയിച്ച് നിൽക്കുന്നില്ല, ആരുടെ കളിപ്പാവയായും മാറുന്നില്ല. അത് ഇന്നത്തെ ലോകത്ത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, ആരും തന്നെ പിന്തുടരുന്ന ഒരു വിഷയവുമല്ല. പക്ഷേ ഇന്ത്യക്കത് സാധിക്കുന്നു. എന്നാൽ 1.5 ബില്യൺ ജനസംഖ്യയുള്ള ഇന്ത്യക്ക് ഇതിനുള്ള അവകാശമുള്ളത് കൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ആ അവകാശത്തെ അവർ നേടിയെടുക്കുന്നത്, അത് സാക്ഷാത്കരിക്കുന്നത്. രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്തമായ പ്രവർത്തനങ്ങൾ ദീർഘകാലം ഇനിയും ഇതുപോലെ തുടരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഇക്കാലം അത്രയും തുടർന്നതുപോലെ തന്നെ മുന്നോട്ടും അതങ്ങനെ തന്നെ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ വികസനത്തിൻ്റെ വലിയ ചുവടുവയ്പ്പുകൾ നടത്തിയെന്നും അദ്ദേഹത്തിൻ്റെ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന പദ്ധതി പ്രചാരണം റഷ്യ ഉൾപ്പെടെയുള്ള വലിയ രാജ്യങ്ങൾക്ക് വലിയ തോതിലുള്ള പ്രചോദനം തന്നെയാണ് നൽകിപ്പോരുന്നത്. ആ പദ്ധതികളെ ഒക്കെ തന്നെ കൂടുതൽ മാറ്റിമറിക്കാൻ, ജീവസുറ്റതാക്കാനായി റഷ്യയിലെ ഇന്ത്യൻ പൗരന്മാരുമായി തങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അഹോരാത്രം പ്രയത്നിക്കുകയാണ്.